ഗസ വംശഹത്യക്കെതിരെ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ഗസ വംശഹത്യക്കെതിരെ ലോകം മുഴുവൻ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് മുസ്ലിം ലീഗും ഗസ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചത്. എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബു സാവേഷ് ആയിരുന്നു പരിപാടിയുടെ മുഖ്യ അതിഥി. ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശീയ ഉന്മൂലനമാണെന്നും അധിനിവേശത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും ഫലസ്തീൻ അംബാസിഡർ പറഞ്ഞു. When we talk about the question of Palestine, there is tens of thousands of issues that we can tackle. But the main issue that we should stand very strong, we the Palestinian people never ever exercise any single type of terrorist act against anyone. ഫലസ്തീൻ അറബികളുടേതാണെന്ന് ഇന്ത്യ മുൻപ് തന്നെ അംഗീകരിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവർ അത് മറക്കുകയാണെന്നും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലോക മനസാക്ഷിയെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും അതേ മനുഷ്യക്കുരുതി, ഫറോവയുടെ, ഫിറോവിന്റെ, ഹിറ്റ്ലറുടെ അതേ മനുഷ്യക്കുരുതി ഈ ആധുനിക യുഗത്തിൽ, ഈ മോഡേൺ യുഗത്ത്, ഈ സിവിലൈസ്ഡ് ജനതയുടെ മുമ്പിൽ ഇപ്പോ പുനരാരംഭിച്ചിരിക്കുകയാണ്, നടത്തുകയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി, മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ, സ്വാമി ധർമ്മ ചൈതന്യ, ഫാദർ പോൾ തേലക്കാട്ട് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. മീഡിയ 1 കൊച്ചി.